പീഡനം, ശാരീരിക പീഡനം വഴി ആധാരം ഒപ്പിട്ട് വാങ്ങിക്കുക ക്രിമിനൽ ഒഫൻസ് ആണ്. ഈ നാട്ടിൽ കോടതിയുണ്ട്, പോലീസുണ്ട്. പിന്നെന്താ ഭീഷണി? ഇറക്കി വിടുവെന്നോ? ആര്? തെച്ചിക്കാട്ട് അച്യുതൻ കുട്ടിയോടാ കളി. ശിവമ്പിള്ളയുടെ മോൻ വിവരം അറിയും. അങ്ങ് തിരുവനന്തപുരം വരെ പോവണ്ട, ഒരു ഫോൺ കോളിൽ അവന് മനസ്സിലാക്കി കൊടുക്കും ഞാൻ. നീ ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കണ്ട അച്യുതാ. അത് കഴിഞ്ഞില്ലേ, ആ കടം നീ എങ്ങനെയാ വീട്ടാൻ പോണെന്നൊന്ന് ആലോചിക്കേ. ഏത് കടം? ഇതേ അമ്മ അറിയാത്ത കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കരുത്. അമ്മയ്ക്ക് ആർ ബി നായരെ അറിയോ? ഉണ്ണിയെ പറയാനെ അറിയോ? ചാമരാജ നഗറിലെ ക്വാറി ഓണർ ഫർത്തുള്ള അറിയോ? നാഗപ്പ, ശിവപ്പ, അനുവന്തപ്പ, ഇവരിൽ ആരെങ്കിലും അറിയോ? ആരെയാണ് ഈ വായിക്കൊള്ളാത്ത പേരും പറഞ്ഞിട്ട് അച്യുതൻ കുട്ടിയുടെ വരട്ടണേ? പാവം അമ്മയെ വിട്ടേക്കൂ. ഭാവേ, നീ ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ മാത്രമല്ല, എല്ലാരും കൂടി പെട്ടിങ്ങിടക്കി എടുത്ത് പോവേണ്ടി വന്നേനെ. ഭദ്ര പോയി ആ സ്ത്രീയുടെ കാൽക്കൽ വീണ് കരഞ്ഞില്ലായിരുന്നെങ്കിൽ എവിടെയോ പോയി 2 ദിവസം ഒളിച്ചിരുന്ന് പ്രോബ്ലംസ് സോൾവ് ആയി അറിഞ്ഞപ്പോ വന്നിരിക്കണു. ഒന്നങ്ങ് തരിഞ്ഞാൻ വലിയ MBBS ആണെന്ന് നോക്കില്ല. പിന്നെ ഇത് ഭദ്രയല്ല, ഭാമയാ. അച്യുതാ, ബടവാ മോനെ. എന്താ കാലാണിക്ക് ഗുണല്ലാത്ത പോക്കി കുട്ടിയുടെ മേക്കട്ട് കേറുന്ന കഴങ്ങ കൈ കലക്കി അവിടുന്ന് കിട്ടും എന്റെ കയ്യിന്ന്. ഇനി ഞാൻ വിടില്ല. കുറച്ചായി ഇവിടെ പുറകെ ഓടാൻ തുടങ്ങിയിട്ട് ഇന്ന് എനിക്ക് 2-1 അറിയണം. 2-1 ഭാർഗവി പറയരുത്. പൈസ തരാൻ പറ്റൂല എന്ന് പറയാനാണല്ലോ ഈ 2-1. പറയട്ടെ, ഇവള് പറയട്ടെ. ഇവള് ഏട്ടൻ വാങ്ങിക്കൊണ്ട് പോയ ഓഹരി ഇവള് നക്കിട്ടുണ്ടാവുമല്ലോ. തരില്ലെന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ, ഭാർഗവിയുടെ കയ്യിന്റെ ചൂടറിയും. സഹോദരി, എന്റെ ഭർത്താവ് ഒരു അത് പോലീസുകാരനാണ്. ഞാൻ എന്നെ സല്യൂട്ട് അടിക്കണം. അയ്യോ, അങ്ങനെയല്ല. ഞാൻ മൂപ്പരെ കൊണ്ട് അച്യുതൻകുട്ടിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയിട്ട് എന്നിട്ട് അത് തേങ്ങയാടി. ആ തെണ്ടിയുടെ കയ്യിൽ കാലണ കാണില്ല. ഇവളാണ് ഉച്ചയൊക്കെക്കാരി. ഇവളുടെ കയ്യിൽ നിന്ന് അത് വസൂലാക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ല, കുറച്ചായി ഞാൻ തന്നു തീർത്തോളാന്ന്. നീ കുറച്ച് ഉണ്ടാക്കുമ്പോഴേക്കേ എന്റെ വീട് 6 സെന്റ് നഷ്ടപ്പെട്ട എനിക്കും എന്റെ മോൻ നീ കടപ്പാടുണ്ടാക്കി തരൂ. ഈ കഴുത്തിലും കാതിലുള്ള പൊന്നാണെങ്കിൽ ദൂരി കൊടുക്കും. അയ്യോ, ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ പറയരുത് കേട്ടോ. ഒരു പെൺകുട്ടിയെ വഴി തടഞ്ഞു വെച്ച് ഇങ്ങനെ പുലഭ്യം പറഞ്ഞതും പോരാ, അതിന്റെ കഴുത്തിലുള്ള പൊന്നുകൂടി ഊരി വാങ്ങാന്ന് വെച്ചാ. നിനക്കത്ര തന്നെങ്കിൽ നീ താടി. ശാരദടുത്തി, വേണ്ട, ഒന്നും പറയാൻ നിക്കണ്ട. അതെ, അവള് തന്നെ, അച്യുതൻകുട്ടിയുടെ സിസ്റ്റർ. എന്താണ് പ്രശ്നം ചോദിക്കാലോ അല്ലേ? അങ്ങനെ ചോദിച്ചാൽ നിന്നോട് പറയാൻ മനസ്സിലടാ പട്ടി എന്നാരും പറയില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് പ്രശ്നം? ഈ ഭാർഗവിയുടെ മോൻ വിനയന്തന് ഒരു പണി ശരിയായി കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ ഏട്ടൻ 5000 രൂപ വാങ്ങി മുങ്ങി. അത് ഞങ്ങളൊന്ന് ഒത്തുതീർപ്പാക്കായിരുന്നു. ആരാണ് ഈ വിനയചന്ദ്രൻ? ഞാനാ. ആഹാ, എന്റെ മോനാ. എന്റെ അമ്മയാ. അയ്യേ, വിനയേന്ദ്രൻ എന്തായാലും ഒരു പണിയുടെ ആവശ്യമുണ്ട്, അത് കറക്റ്റാ. പക്ഷെ അയാളെവിടെ? ഈ കുട്ടിയുടെ ഏട്ടൻ അയാളല്ല കാശ് വാങ്ങിച്ചത്. അയാളെ കണ്ടേ? അങ്ങനെ ചോദിക്കു സാർ. ഒരു മിനിറ്റ്, ബ്ലൈൻഡ് ആണ് അല്ല. എന്നാ കൂളിംഗ് ഗ്ലാസ് ഒരു പോക്കലിടൂ. ഇവിടെ ആരെങ്കിലും ഒരാൾ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ മതി, അത് ഞാൻ വെച്ചോളാം. എന്താ തമ്മിച്ച ഇവിടെ പറയൂ. അല്ല സാർ, ഈ കുട്ടിയോട് ചോദിച്ചിട്ടാണോ ഇവര് കാശ് കൊടുത്തത്? എന്നിട്ടും ഇവള് കൊടുക്കാന്ന് പറഞ്ഞു. അവധി ചോദിച്ചേ ഉള്ളൂ. അത് കേൾക്കില്ല. ഇവളുടെ കഴുത്തിലും കാതിലുള്ള പൊന്നു ഊരി കൊടുക്കാനാ പറയണേ. അത് ന്യായമാണോ തമ്പി സാറേ? തെമ്മാടിത്തരം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഒരു മലയാളം മാഷും കൂട്ടുകാരനും കൂടെ ന്യായം പഠിപ്പിക്കാൻ വന്നിരിക്കണു. ഒരു പെറുക്കേട് വിളിച്ചില്ല മധ്യസ്ഥത്തിനെ. പെണ്ണിന്റെ മൊഞ്ച് കണ്ട് പിന്തുണയ്ക്കുന്നതായിരിക്കും. തള്ളയുടെ മുഖത്ത് വേണ്ട കയ്യ, മര്യാദകേട് പറയരുത് നീ ആരോടും എന്ന് നീ പറഞ്ഞു കൊടുക്കണം കേട്ടോടാ. 5 നോട്ടിൽ തീരുന്ന പ്രശ്നം ഇങ്ങനെ ആളെ കൂട്ടി നടുവഴിയിലെ പൊറാട്ട് കളിച്ച് വഷളാക്കേണ്ട കാര്യമില്ല. വിനയേന്ദ്രൻ അമ്മയും കുട്ടിയും സ്ഥലം വിട്ടോളൂ. പൊക്കോളൂ. നടു വലിച്ചേറി 5-10 അമ്മച്ചി. പ്രിയപ്പെട്ട നാട്ടുകാരൊക്കെ ഒന്ന് പിരിഞ്ഞു പോണം. പോണം പൊക്കോളൂ. അങ്ങോട്ട് പൊക്കോളൂ. എന്താ ഇങ്ങനെ നിക്കണേ? പൊക്കോളൂ. ഞാൻ കൃഷ്ണകുമാർ. അയ്യോ, ഞങ്ങളൊന്ന് വീട്ടിൽ വന്നിരുന്നു. ആ വരവിൽ എനിക്ക് നഷ്ടം 10 ലക്ഷം. ഇതായിപ്പോ 5000. അങ്ങനെ 10,50,000 തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി വക. എന്നെങ്കിലും ഒരു വലിയ പണക്കാരിയാവുമ്പോ പലിശ വേണ്ട, എന്റെ മുതൽ എനിക്ക് തിരിച്ചു തരണം. എനിക്ക് സങ്കട എന്റെ കാശ് ആർക്കെങ്കിലും വെറുതെ കൊടുക്കുന്നത്. തരും, തന്ന് തീർക്കുമെന്ന് മനസ്സിൽ പറഞ്ഞു വെച്ചോളൂ. എങ്ങനെയുണ്ട്? എന്നാ ഞാനോട് വിട വാങ്ങട്ടെ തമ്പി സാർ. സാറേ. എന്താ സാറേ? എന്താടോ സാറേ, ആവശ്യത്തിലേറെ കയ്യിലുള്ള പണത്തിന് വെറും കടലാസ് കെട്ടിന്റെ വിലയുണ്ട്. പക്ഷെ ആ പണം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ നിറഞ്ഞ കണ്ണ് തുടയ്ക്കാൻ കഴിയുമ്പോൾ ആ കടലാസ് പണമായി, അതിന് പണത്തിന്റെ മൂല്യമുണ്ടായി. മനസ്സിലാവണുണ്ടോ തമ്പി സാറിന്? ഈങ്ങാപ്പാറയിൽ ഒരു കുരുമുളക് തോട്ടം നോക്കണം, വിലയൊത്താൽ ഇന്നും തന്നെ കച്ചവടമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്ന്
വഴിയരികിൽ ഒരു ഇഷ്യൂ 5000 മണീസിന് സെറ്റിൽ ചെയ്ത് ഇപ്പൊ ഈ പുഞ്ചപ്പാടത്തിന്റെ കരയ്ക്ക് വന്ന് എന്നോട് സാഹിത്യം അടിക്കുന്നത് മനസ്സിലാകുന്നില്ല. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. സോറി സർ, ഏതൊരു വിഡ്ഢി പറഞ്ഞ കഥ. അതാണ് ജീവിതം. പച്ചപ്പട്ട് വിരിച്ച വയലേലകളിൽ ഒരു മന്ദമാരുതനേറ്റ് നിൽക്കുമ്പോൾ കൃഷ്ണകുമാറേ, ആ കുട്ടി പാവ സാറേ, കാണാനും കൊള്ളാം. അതുകൊണ്ട് തന്നെ 5000 വീശത്. സാർ വാക്കേറ്. എടാ കള്ള കൃഷ്ണ, അങ്ങനെ വിളിക്കല്ലേ സാറേ. സാറേ, നാളെ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിൽ ലവിന്റെ കൗണ്ട് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ലക്ഷങ്ങളുടെ ഡ്രാഫ്റ്റ് കാണുമ്പോ, ഒരു പുതിയ ബിസിനസ് ഡീൽ ഓക്കെ ആകുമ്പോ, ചുളിവിലേക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കയ്യിൽ തടയുമ്പോ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് ഞാൻ ആ മുഖത്തൊരു നല്ല തിളക്കം കണ്ടിട്ടുള്ളത്. ഇതിപ്പോ അതിലൊക്കെ വലിയ തിളക്ക. എന്ന് പറയാം. നമുക്ക് ആലോചിക്കാൻ പറ്റണത് തന്നെയല്ലേ വീടും ചുറ്റുപാടും. ഫിനാൻഷ്യലി വളരെ മോശം ഷേപ്പിലാണ്. പക്ഷേ പഴയ പെരുമയുള്ള തറവാട്ടുകാരാ. ആ ഏട്ടൻ ഫ്രോഡ് ഒഴിച്ച്. ആ കുട്ടി എന്താ ചെയ്യണേ? അതല്ലേ രസം. MBBS കഴിഞ്ഞ് നിൽക്കുക. ഓഹോ, നാളെ നമ്മുടെ ഹോസ്പിറ്റൽ നോക്കി നടത്താനുള്ള യോഗം അതിനാവും. അവനെ പ്രാണനെ പോലെ കൊണ്ട് നടക്കണം. എനിക്ക് അതാ വലുത്. എന്താ മുതലാളി പതിവില്ലാത്തൊരു കിടപ്പ്? ഏയ്, വെറുതെ എങ്ങനെ. എങ്ങനെ? ഞാൻ ഇന്ന് ആ കുട്ടിയെ കണ്ടു. അറിഞ്ഞു, നിന്റെ തമ്പി സാറ് പറഞ്ഞു. പാവ അല്ലേ ദേവു? കൃഷ്ണ, എന്താടാ വീണോ നീ? വീണോന്ന് ചോദിച്ചാ വീഴട്ടെ. നിന്റെ ഇഷ്ടത്തിന് ഞാൻ എതിര് പറയൂടാ. ഞാൻ നാമമുറി ചെന്നിട്ട് സാക്ഷാൽ കൃഷ്ണന് നന്ദി പറയട്ടെ. ഒടുക്ക എന്റെ അനിയനെ കൊണ്ട് നല്ല കാര്യങ്ങൾ തോന്നിച്ചല്ലോ മൂപ്പര്. എന്റെ ദേവുവിനെ പൊന്നുപോലെ നോക്കണ ഒരു കുട്ടി. അതിനല്ല ഞാൻ ഇത്രയും നാളെ കാത്തിരുന്നേ. അതവളാണ് ദേവു. ഉറപ്പിക്കല്ലടാ, അവരോട് ചോദിക്കണം. വീട്ടിലിത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും MBBS കഴിഞ്ഞ് നിക്ക അവള്. MBBS? PDC ഫീൽഡ് ഞെട്ടിപ്പോയോ? അത് ഞാൻ അറിഞ്ഞില്ലല്ല. ആ, തമ്പി സാറാ പറഞ്ഞത്. തമ്പി സാർ കണ്ടിരുന്നു വീട്ടിൽ പോയപ്പോ ആ കുട്ടിയെ. അതില് ടെൻഷൻ വേണ്ട. അന്വേഷണവും പെണ്ണു ചോദിക്കലും ഒക്കെ എന്റെയും തമ്പി സാറിന്റെ ഡ്യൂട്ടിയാ. നീ അത്യാവശ്യം സ്വപ്നം കാണലൊക്കെ തുടങ്ങിക്കോ. സ്വപ്നം കാണുമ്പോ ഒട്ടും കുറക്കില്ലാട്ടോ. നല്ല ലാവിഷായിട്ടെന്നെ കാണും. ആ, ഓമനെ തങ്കമേ